ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഗ്രോക്ക് എഐയുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് എക്സ് നൽകിയ വിശദീകരണം അംഗീകരിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതോടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. എക്സിന്റെ ഗ്രോക്ക് എഐ ചാറ്റ്ബോട്ടിന്റെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന വിലയിരുത്തലിലാണ് നീക്കം. അശ്ലീലവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ സൃഷ്ടിക്കാൻ ഗ്രോക്ക് എഐ ഉപയോഗിക്കുന്നതായി വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എക്സിന് വീണ്ടും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ദുരുപയോഗം തടയാൻ സ്വീകരിച്ച നടപടികൾ തെളിവുകൾ സഹിതം വിശദീകരിക്കണമെന്നതാണ് നോട്ടീസിലെ പ്രധാന ആവശ്യം. അശ്ലീല ഉള്ളടക്കം സൃഷ്ടിക്കുന്നത് തുടർന്നാൽ എക്സിന് ലഭിക്കുന്ന നിയമപരിരക്ഷ പിൻവലിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ആദ്യ കാരണം കാണിക്കൽ നോട്ടീസിന് എക്സ് നൽകിയ മറുപടിയിൽ ദുരുപയോഗം തടയാൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വ്യക്തമായ വിശദീകരണമില്ലായിരുന്നുവെന്നും കമ്പനിയുടെ നയങ്ങൾ ആവർത്തിക്കുന്നതിൽ ഒതുങ്ങിയിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇതിനെ തുടർന്നാണ് കൂടുതൽ വ്യക്തത തേടി വീണ്ടും നോട്ടീസ് നൽകിയതെന്നും നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകൾ നിലവിലുണ്ടെന്ന കാര്യം ആദ്യ നോട്ടീസിൽ തന്നെ അറിയിച്ചിരുന്നുവെന്നും പറയുന്നു. ഗ്രോക്ക് എഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച മുഴുവൻ അശ്ലീല ചിത്രങ്ങളും 72 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനുവരി 2-ന് മന്ത്രാലയം എക്സിന് അന്ത്യശാസനം നൽകിയിരുന്നു. സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ എഡിറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഗുരുതരമായ ലംഘനമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ജനുവരി 6 വരെ സമയം ആവശ്യപ്പെട്ട ശേഷമാണ് കമ്പനി മന്ത്രാലയത്തിന് മറുപടി കൈമാറിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓപ്പോ റെനോ 15 സീരീസ് ഇന്ത്യയിൽ പുറത്തിറക്കി. റെനോ 15, റെനോ 15 പ്രോ, റെനോ 15 പ്രോ മിനി, റെനോ 15C എന്നീ 4 മോഡലുകളാണ് അവതരിപ്പിച്ചത്. ആദ്യമായി പ്രോ മിനി വേരിയന്റ് ഉൾപ്പെടുത്തിയതാണ് സീരീസിന്റെ പ്രധാന ഹൈലൈറ്റ്. ഓപ്പോ തങ്ങളുടെ പുതിയ റെനോ 15 സീരീസ് സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. ഈ സീരീസിൽ ഓപ്പോ റെനോ 15, റെനോ 15 പ്രോ, റെനോ 15 പ്രോ മിനി, റെനോ 15C എന്നീ 4 മോഡലുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോമ്പാക്ട് വലുപ്പത്തിൽ പ്രീമിയം ഫീച്ചറുകളോടെ ആദ്യമായി പ്രോ മിനി വേരിയന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി. ഡിസ്പ്ലേ വിഭാഗത്തിൽ ഒപ്പോ റെനോ 15 6.59 ഇഞ്ച് 120 ഹെർട്സ് അമോ LED സ്ക്രീനും റെനോ 15 പ്രോയ്ക്ക് 6.78 ഇഞ്ച് 120 ഹെർട്സ് അമോ LED പാനലും ലഭിക്കുന്നു. റെനോ 15 പ്രോ മിനിക്ക് 6.32 ഇഞ്ച് 120 ഹെർട്സ് അമോ LED ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത്. റെനോ 15Cയിൽ 6.57 ഇഞ്ച് 120 ഹെർട്സ് അമോ LED സ്ക്രീനുമുണ്ട്. വിവിധ മോഡലുകൾക്ക് ഗൊറില്ല ഗ്ലാസ് 7, വിക്ടസ് 2 തുടങ്ങിയ സംരക്ഷണവും ലഭിക്കുന്നു. ക്യാമറ സജ്ജീകരണത്തിൽ റെനോ 50 പ്രോയും പ്രോ മിനിയും 200 MP പ്രൈമറി ക്യാമറ, 50 MP ടെലിഫോട്ടോ പോർട്രേറ്റ് ലെൻസ്, 50 MP അൾട്രാ വൈഡ് ലെൻസ് എന്നിവയോടെയാണ് എത്തുന്നത്. റെനോ 15ൽ 50 MP പ്രധാന ക്യാമറയുള്ള ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണവും റെനോ 15Cയിൽ 50 MP പ്രൈമറി ക്യാമറയും നൽകിയിട്ടുണ്ട്. എല്ലാ മോഡലുകളിലും 50 MP ഫ്രണ്ട് ക്യാമറ ലഭ്യമാണ്. പ്രോസസർ വിഭാഗത്തിൽ റെനോ 15 പ്രോയും പ്രോ മിനിയും MediaTek Dimensity 8450 ചിപ്സെറ്റും, റെനോ 15 സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസറും, റെനോ 15C സ്നാപ്ഡ്രാഗൺ 6 Gen 1 ചിപ്സെറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി ശേഷി 6200 mAh മുതൽ 7000 mAh വരെയാണ്. 4 മോഡലുകളും 80 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയ്ക്കുന്നു. ഒപ്പോ റെനോ 15 45,999 രൂപ മുതൽ ആരംഭിക്കുന്നു. റെനോ 15 പ്രോ മിനി 59,999 രൂപ മുതലും റെനോ 15 പ്രോ 67,999 രൂപ മുതലുമാണ്. റെനോ 15C 34,999 രൂപ മുതലാണ് ലഭിക്കുക. റെനോ 15, 15 പ്രോ, 15 പ്രോ മിനി മോഡലുകൾ ജനുവരി 13 മുതൽ വിൽപ്പനയ്ക്കെത്തും. റെനോ 15C ഫെബ്രുവരിയിൽ വിപണിയിലെത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യവസായ മേഖലയ്ക്ക് ആശ്വാസമായി സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഫാക്ടറിക്കകത്തും വ്യാവസായിക പരിസരങ്ങളിലും മാത്രം ഉപയോഗിക്കുന്നതും പൊതുനിരത്തിലേക്ക് ഇറങ്ങാത്തതുമായ വാഹനങ്ങൾക്ക് റോഡ് നികുതി ബാധകമല്ലെന്ന് കോടതി വ്യക്തമാക്കി. ഫാക്ടറിക്കകത്തും വ്യാവസായിക പരിസരങ്ങളിലും മാത്രം ഉപയോഗിക്കുന്ന ഡംപറുകൾ, ലോഡറുകൾ, എക്സ്കവേറ്ററുകൾ, ഡോസറുകൾ തുടങ്ങിയ പൊതുനിരത്തിലേക്ക് ഇറങ്ങാത്ത വാഹനങ്ങൾക്ക് സംസ്ഥാന മോട്ടോർ വാഹന നിയമപ്രകാരം റോഡ് നികുതി ബാധകമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. നിയമപ്രകാരം പൊതുനിരത്തിൽ ഉപയോഗിക്കാൻ യോഗ്യമായ വാഹനങ്ങൾക്ക് മാത്രമാണ് നികുതി ചുമത്താൻ അധികാരമുള്ളതെന്ന് കോടതി വ്യക്തമാക്കി. ഫാക്ടറിക്കകത്തും വ്യാവസായിക പരിസരങ്ങളിലും മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന നിയമപ്രകാരം നിർവചിച്ചിരിക്കുന്ന മോട്ടോർ വാഹനം എന്ന നിർവചനത്തിൽ പെടുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ഇത്തരം വാഹനങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പൊതുനിരത്തിൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ അവയ്ക്കുള്ള നികുതി ഇളവ് ഉടൻ നഷ്ടപ്പെടുമെന്നും തുടർന്ന് രജിസ്ട്രേഷൻ, നികുതി, വാഹന പിടിച്ചെടുക്കൽ, പിഴ എന്നിവ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി.
അൾട്രാടെക് സിമന്റ് ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി. സിമന്റ് നിർമ്മാണത്തിനാവശ്യമായ ചുണ്ണാമ്പ് കല്ല് ഖനനത്തിനും മറ്റ് വ്യാവസായിക പ്രവർത്തനങ്ങൾക്കുമായി ഫാക്ടറി പരിധിക്കുള്ളിൽ മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഗുജറാത്ത് സർക്കാർ മോട്ടോർ വാഹന നികുതി ചുമത്തിയത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.